ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നെസ്ലിം നിയാസ്. കുറേ നാളായില്ലേ ഇതുപോലൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, കാരണം കുഞ്ഞിപ്പണിനെ ഉറക്കിക്കെടുത്തേക്കാണ്. എണിക്കുന്നതിന് മുമ്പേ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ആക്കണം. പിന്നെ ജലദോഷമാണ്, സൗണ്ടിന് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും തമ്പനിയിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് വീഡിയോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പൊ പോയി വന്നിട്ട് ഒരു മാസമൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല പോലെ ഡിലേ ആയിട്ടുണ്ട്. ഒരുപാട് പേര് അതുകൊണ്ട് എനിക്ക് വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇട്ടിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് നല്ല പോലെ ലേറ്റ് ആവുന്നുള്ളത് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പേഴ്സണൽ ആയിട്ട് അയച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കമന്റിന്റെ ഒരു റിപ്ലൈ കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ട്രൈപോഡ് ഇല്ലാത്ത നല്ലൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഫോൺ വെച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ടൂറ് പോയപ്പോ തൊട്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ, പാക്കേജിനെ കുറിച്ച്, പിന്നെ പോയിട്ടുള്ള നമ്മുടെ എക്സ്പെൻസ് എത്രയായിരുന്നു, പിന്നെ പോയപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്, കുട്ടികൾ ഉള്ളത് കൊണ്ടിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള റിപ്ലൈ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പോയത് പാക്കേജ് എടുത്തിട്ടാണ് കേട്ടോ. അതായത് പാക്കേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളൊരു ഫുൾ പാക്കേജ് എടുത്തിട്ടാണ് ട്രിപ്പ് പോയതെന്ന്. പക്ഷെ അല്ല, നമ്മൾ പാക്കേജ് എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൽഹി ടു ഡൽഹിയാണ് നമ്മൾ പാക്കേജ് എടുത്തത് കേട്ടോ. ഡൽഹി ടു ഡൽഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ കൊച്ചിയാണല്ലോ. അപ്പൊ നമ്മൾ എറണാകുളത്തുനിന്ന് നമുക്ക് ഇവിടെ തൊട്ടടുത്ത സ്റ്റേഷൻ ആലുവയാണ്. അപ്പൊ നമ്മൾ ആലുവയിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത് നമ്മൾ ട്രെയിനാണ്, തിരിച്ച് നമ്മൾ വന്നത് ഫ്ലൈറ്റിനാണ് കേട്ടോ. അതായത് പാക്കേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന ഒരു എക്സ്പെൻസും ആ പാക്കേജിൽ ഉണ്ടാവില്ല. അതായത് ഞാൻ ആദ്യം മുതൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയട്ടെ, അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയി പോകും. നമ്മൾ ഇവിടെ നിന്ന് ആലുവയിൽ നമ്മുടെ തന്നെ പൈസ എടുത്തിട്ട് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അതൊന്നും അവർ നമുക്ക് ചെയ്തു തരില്ല, അതെല്ലാം നമ്മൾ സ്വയം ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് ആലുവ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തു. അതായത് നമുക്ക് ആലുവയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഉള്ളത് 48 മണിക്കൂറാണ് കേട്ടോ. നമ്മളൊരു ദിവസം ഉച്ചക്ക് നമ്മൾ ട്രെയിൻ കയറിയിട്ട് ആ ഒരു ഡേ ഫുള്ള്, പിറ്റേ ദിവസം ഡേ ഒരു ഫുള്ള്, അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം അതായത് മൂന്നാമത്തെ ദിവസം ഉച്ചക്കാണ് നമ്മള് ഡൽഹിയില് എത്താം. അതായത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്താട്ടോ. അതായത് 48 മണിക്കൂറാണ് നമുക്ക് കൊച്ചി ടു ഡൽഹി യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 1 മന്ത് മുമ്പാണ് ട്രെയിൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഒരു 2 വീക്കിന് ശേഷമാണ് നമുക്ക് ഓക്കെ ആയിട്ടെല്ലാം കിട്ടിയത് കേട്ടോ. നമുക്കിപ്പോ മണാലിയിൽ ഇപ്പൊ അടുത്ത ആഴ്ച പോകണമെങ്കിൽ നമ്മൾ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. എങ്ങനെ വന്നാലും ഒരു 1 മന്ത് മുമ്പെങ്കിലും നമ്മൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് സെറ്റ് ആക്കി വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ഡൽഹിയിൽ എത്തി കഴിയുമ്പോഴാണ് നമ്മുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുക. ഡൽഹിയിൽ എത്തിയാൽ നമ്മുടെ പാക്കേജ് സ്റ്റാർട്ട് ആവില്ല. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്കൊരു 10 കിലോമീറ്ററോളം ഉണ്ട്. നമുക്ക് കാശ്മീരി ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഡൽഹിയിൽ. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുക. അവിടെ നിന്നാണ് നമ്മുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് വണ്ടി വരും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വണ്ടിയിലാണ് പിന്നെ നമ്മുടെ യാത്ര ഫുള്ള്. ഒരു 9 മണിക്ക് രാത്രി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ 7 മണിക്കാണ് നമ്മൾ മണാലിയിൽ എത്തുക. ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് വന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 6000 രൂപയാണ് വര. പെർ ഹെഡിന് 6K ആണ് വര. അതായത് 4 നൈറ്റോ 3 നൈറ്റ് 4 ഡേ, 2 ഡിന്നർ, 2 ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഒരു 10 സ്ഥലങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും അവര് നമ്മൾ കൊണ്ടുപോകും. ഇത് കപ്പിൾസിനാണെങ്കിലാണ് പെർ ഹെഡ് 6K വരാട്ടോ. അതായത് കപ്പിൾസിന് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെയാണ്. റൂമൊക്കെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു. അതായത് പിന്നെ നമ്മൾ കുട്ടികൾ ബാച്ചിലേഴ്സ് ആയിട്ട് പോകുമ്പോൾ അവർക്ക് വര 5500 രൂപയാണ് പെർ ഹെഡ് വര. അതായത് അവർ താമസിക്കുന്ന റൂമൊക്കെ ഒരുപാട് വേറെ കുട്ടികളും പിള്ളേരൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ 2 ടൈപ്പ് ആയിട്ടാണ് ഈ ട്രിപ്പ് വര. അതായത് പ്രൈവറ്റ് ആയിട്ട് ഇവർ പാക്കേജ് എടുക്കുന്നുണ്ട്, സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് എന്ന് പറയുമെങ്കിൽ അവർ തന്നെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്.
പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പോവുക, കൂടെ നമുക്കൊരു ഗൈഡോ പറഞ്ഞു തരാനുള്ള ഗൈഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് പ്രൈവറ്റ്. അവർക്ക് ഒറ്റക്ക് പോവാം പ്രൈവറ്റ് എന്ന് പറയാ. സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ വേറെ കപ്പിൾസും ഫാമിലീസും ഒരുപാട് ബാച്ചിലേഴ്സ് ആയ കുട്ടികളും എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ പോയ ട്രിപ്പിൽ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പാണ് കേട്ടോ എടുത്തത്. കുറെ നമുക്ക് കമ്പനിക്കാരുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് അവരെ ചെന്നിട്ട് കുറെ പേരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പറ്റി. നമ്മൾ പോകുന്ന ഒരു 2 ദിവസം മുമ്പ് തന്നെ അവർ ഗ്രൂപ്പ് സ്റ്റാർട്ടാക്കും. ആ ഗ്രൂപ്പിൽ അന്ന് പോകുന്ന എല്ലാവരും ആഡ് ആക്കിയിട്ട് അതിലാണ് കാര്യങ്ങളെല്ലാം പിന്നെ വരാട്ടോ. സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗൈഡ് ഉണ്ടാകും. നമ്മളത് കാണിച്ചു തരാനും പറഞ്ഞു തരാനും നമ്മുടെ കൂടെ വരാനും എല്ലാം ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ ഡൽഹി ടു മണാലിയിലേക്ക് ഒരാൾക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6K ആണ്. 6 വയസ്സിന് മേലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും റേറ്റ് ആകും. ഇനിയിപ്പോ കുട്ടികൾ നമ്മളെ മടിയിലിരുത്താം, ബസ്സിൽ വേറെ സെപ്പറേറ്റ് സീറ്റ് ഒന്നും വേണ്ടെങ്കിൽ അവർക്ക് പൈസ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അവർക്ക് എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ യഥാപിക്കും കുഞ്ഞിപ്പെണ്ണിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും 6K വെച്ചിട്ട് 12K ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം കുഞ്ഞതാപ്പിന് നമ്മൾ മടിയിലേക്കാണ് ഇരുത്തിയത്. പിന്നെ ഞങ്ങൾ പോയ ബസ്സിൽ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ, എക്സ്ട്രാ സീറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ സീറ്റിൽ ഇരുത്താനും കുഞ്ഞിപ്പെണ്ണിനെ കിടത്താനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് നമുക്ക് അതൊന്നും അറിയേണ്ട ബുദ്ധിമുട്ടുണ്ടാവുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ മണാലിയിലേക്കാണ് ഫുൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളപ്പോൾ ഡൽഹിയിൽ ചെന്നു. അന്ന് നൈറ്റ് തന്നെ നമ്മൾ ചെന്നിട്ട് ജസ്റ്റ് നമ്മൾ സരോജിനി മാർക്കറ്റിൽ ചെന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരായിട്ട് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിള്ളേരായിട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പിള്ളേർക്ക് ജാക്കറ്റും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ട് വേണം പോവാൻ. അത്യാവശ്യം നമുക്ക് ഡൽഹിയിൽ എത്തുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള കുട്ടികളെ ജാക്കറ്റ് വേണം. കാരണം ഡൽഹിയിലൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഡൽഹിയിൽ എത്തുമ്പോൾ തന്നെ കുട്ടികൾക്ക് നമ്മൾ ജാക്കറ്റ് ഇട്ട് നിർബന്ധമായിട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അവർക്ക് മേടിച്ചിട്ട് വേണം പോവാൻ. ഞങ്ങൾ പിന്നെ അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾക്ക് മേടിച്ചത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട കുട്ടികളുള്ളൊരു പ്രത്യേകം കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നിർബന്ധമായിട്ട് കൊണ്ടുപോകുക. അതായത് പനിയുടെ, ജലദോഷം, ചുമ അങ്ങനത്തെ ഉള്ളതൊക്കെ വരാം. പിന്നെ ബ്രീത്തിങ് പ്രശ്നമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം മണാലിയിലേക്ക് ഭയങ്കര തണുപ്പുള്ള ടൈമിൽ പോവാണ്ടിരിക്കലാണ് നല്ലത്. കാരണം നല്ല ബ്രീത്തിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവും കേട്ടോ. അതില്ലാത്തവർക്ക് ഇപ്പൊ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ബ്രീത്തിങ്ങിന്റെ പ്രശ്നം ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണിനായിട്ട് പോയിട്ട് നമ്മൾ നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്നോ കാണാൻ പോണ ദിവസം മാത്രം, അല്ലാത്ത ദിവസമൊന്നും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ ആയിരുന്നു. കുട്ടികളായിട്ട് പോയിട്ട് വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്നോ കാണാൻ പോണ ടൈമിൽ അവിടെ ചെന്നപ്പോ ഭയങ്കര തണുപ്പായിരുന്നു. അത് നമുക്കൊന്നും പറ്റുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം നല്ലപോലെ അവിടെ ചെന്നപ്പോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 17-18Kയിലൊക്കെ മേളിൽ എന്തായാലും പോകും. കാരണം അങ്ങോട്ട് പോകുമ്പോഴുള്ള ട്രെയിനിന്റെ ടിക്കറ്റ് പെർ ഹെഡ് വരുന്നത് നമ്മൾ 3rd AC ആയിരുന്നു കേട്ടോ. 3rd AC ആയിരുന്നു ഒരാൾക്ക് വരുന്നത് 2500 രൂപയാണ് ട്രെയിനിന്റെ ടിക്കറ്റ് വരാ. അപ്പൊ 2 ആൾക്കും കൂടി ആകുമ്പോൾ 5000 രൂപ വരും കേട്ടോ. ട്രെയിനും സെയിം ഇതുപോലെ നമ്മൾ പിള്ളേർക്ക് എക്സ്ട്രാ പൈസ ഒന്നും ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ട്രെയിനിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾ നല്ല ഓക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് ബോറടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഫ്രഷ് ആവാൻ പറ്റില്ല എന്നുള്ളത്. നമുക്ക് വാഷ്റൂമിൽ ജസ്റ്റ് പോവാം, നമുക്ക് വന്നിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ട്രെയിനിലെ ഫുഡും ഡൽഹിയിൽ ചെന്നാലും മണാലിയിൽ ചെന്നാലും സ്ട്രീറ്റ് ഫുഡ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഫുഡെല്ലാം വാരി വലിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫുഡ് ഇൻഫെക്ഷൻ വരും. പിന്നെ നമുക്ക് വൊമിറ്റിംഗ് ആകും. പിന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും കേട്ടോ. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഫുഡ് പുറത്തുനിന്നുള്ളത് അവോയ്ഡ് ചെയ്യുക. കഴിക്കുകയാണെങ്കിൽ നല്ലപോലെ നോക്കി നല്ല സ്ഥലത്ത് പോയി മാത്രം ഫുഡ് കഴിക്കാം കേട്ടോ. പോകുന്നവരുണ്ടെങ്കിൽ അത് നന്നായിട്ട് നോക്കാം. പിള്ളേരുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഒത്തിരി ഫുഡൊക്കെ നമ്മൾ ചീത്താവാത്ത ഫുഡ് ഐറ്റംസ്, ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുപോവാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. നമ്മൾ കൂടെ വന്നവർക്കൊക്കെ ഇതുപോലെ ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം നമ്മൾ നല്ലപോലെ സൂക്ഷിച്ചിട്ട് വേണം. കുട്ടികളായിട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ പോവാൻ വേണ്ടിയിട്ട്.
ഡൽഹിയല്ല സോറി, നമ്മൾ മണാലിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ 19-ാം തീയതി നൈറ്റ് നമ്മൾ വണ്ടി കയറി 20-ാം തീയതി എത്തി. നമ്മൾ 24-ാം തീയതി റിട്ടേൺ നമ്മൾ ഡൽഹിയിൽ കൊണ്ടുവന്നാക്കും കേട്ടോ. മണാലിയിലെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയണ്ട, എല്ലാം നമ്മൾ അവരെ കൊണ്ടുപോവുകയും ചെയ്യും, എല്ലാം ചെയ്തോളൂ കേട്ടോ. നല്ല അടിപൊളിയായിരുന്ന മണാലി പോയിട്ട് നമുക്ക് വല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായില്ല. പിന്നെ തണുപ്പിനൊരു പ്രശ്നമുള്ളൂ കേട്ടോ. തണുപ്പ് നമ്മൾ സ്നോ കാണാനും സ്നോ കാണാനൊക്കെ നമുക്ക് ഫോണിലും റീൽസിലൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷെ നേരിട്ട് ചെല്ലുമ്പോൾ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാൻ കേട്ടോ, നമുക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ജസ്റ്റ് ഒരു റീൽസിന് വേണ്ടി വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അത്രേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ആ ഒരു തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും പറ്റാത്ത ഒരു എത്ര ജാക്കറ്റ് ഇട്ടാലും നമുക്ക് പറ്റാത്ത രീതിയിലുള്ള തണുപ്പാണ് കേട്ടോ. നമുക്ക് ഒട്ടും മനസ്സാണ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റൂല. കാരണം തണുപ്പൊക്കെ ഇഷ്ടമാണ്, തണുപ്പൊക്കെ നമുക്ക് പറ്റുമെന്നുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവർക്ക് മണാലി ചെന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് എവിടെയെങ്കിലും വണ്ടിയിലൊക്കെ കയറി ഇരിക്കാം, അത്രയും നമുക്ക് പറ്റുള്ളൂ കേട്ടോ. നമുക്ക് അത്രയും തണുപ്പായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ട്. പക്ഷെ നമുക്ക് അടിച്ചു പൊളിക്കുക. പിന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട്, മസ്റ്റായിട്ട് മണാലി പോകുന്നവരുണ്ടെങ്കിൽ ജോഗണി വാട്ടർഫോൾ നിർബന്ധമായിട്ട് പോവാട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ചെന്നിട്ടുള്ളത്. അങ്ങനെ മണാലിയിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ഡൽഹിയിലേക്ക് വന്നിട്ട് അന്നത്തെ ദിവസം നമ്മൾ നൈറ്റാണ് എത്തിയത്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഡൽഹിയിൽ സരോജിനി മാർക്കറ്റിലൊക്കെ പോയിട്ട് അത്യാവശ്യം കുറെ പർച്ചേസ് ഒക്കെ ചെയ്തു. പിന്നെ ജമാ മസ്ജിദ് അങ്ങനെയൊക്കെ നമ്മൾ കവർ ചെയ്തു. അത് നമ്മൾ പാക്കേജ് എടുക്കാണ്ട് ഒറ്റക്കാണ് കേട്ടോ പോയത്. ഒരിക്കലും നമ്മൾ പാക്കേജ് എടുക്കാതെ ഡൽഹി മണാലി ഇതുപോലെ നമ്മളിത് വിട്ടിട്ടുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പാക്കേജ് എടുക്കാതെ പോവരുത്. അത് ഞങ്ങളുടെ അനുഭവമാണ് കേട്ടോ. 50 രൂപ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഓട്ടോ ചാർജ്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ 500 രൂപ മേടിച്ചിട്ടായിരിക്കും നമ്മളെ കൊണ്ടുപോവുക. അങ്ങനെ എങ്ങാനും പോകുന്നവരുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഓൺലൈൻ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോയോ ആണെങ്കിലും റൂം റെന്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ഫസ്റ്റ് ഡേ നല്ല പണി കിട്ടി കേട്ടോ. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഡേ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡേ നമ്മൾ പാക്കേജ് എടുത്തു. അതായത് ആഗ്രയിൽ പോവാനായിട്ട് നമ്മൾ പാക്കേജ് എടുത്തിട്ടോ. 2 പേർക്ക് വരുന്നത് 900 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പാക്കേജിന്. അതായത് നമ്മൾ ആഗ്ര, റെഡ് ഫോർട്ട്, പിന്നെ ടെമ്പിള്, പിന്നെ അങ്ങനെ കുറച്ച് മ്യൂസിയം അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ കൊണ്ടുപോകും. ഇന്നൊരു സമയത്ത് വണ്ടി വരും, ഇന്നൊരു സമയത്ത് ഒരു 1:30 മണിയായി ഞങ്ങൾ അന്ന് നൈറ്റ് എത്തിയപ്പോട്ടെ. രാവിലെ 7:30 പോയിട്ട് ഇതെല്ലാം കവർ ചെയ്ത് നമ്മൾ അവരുടെ സേഫ്റ്റിയിൽ നമ്മളെ കൊണ്ടുപോയി ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ വേണം നമ്മൾ പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളും ഒന്നും ആവൂല കേട്ടോ. ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അതായത് 200 കിലോമീറ്റർ ലോങ് ഉണ്ട് ഡൽഹി ടു ആഗ്ര എന്ന് പറയുന്നത്. അപ്പൊ പോണവരുണ്ടെങ്കിൽ എന്തായാലും പാക്കേജ് എടുക്കാം. ഡൽഹി പാക്കേജ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒന്നും എടുത്ത് വെക്കണ്ട കേട്ടോ. നമ്മൾ ഡൽഹിയിൽ ചെന്നിട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക. ഡെയിലി അവിടെ പാക്കേജ് അവൈലബിൾ ആണ് കേട്ടോ. ഓൺലൈൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെയിലി പാക്കേജിന്റെ തലേ ദിവസം രാത്രി നമുക്ക് ബുക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മെസ്സേജ് വരും, ഇന്ന ടൈമില് ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് നിന്നാൽ മതി. അപ്പൊ ഡൽഹിയിൽ പോകണമെങ്കിൽ മുമ്പ് പാക്കേജ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തിരിച്ച് നമ്മൾ റിട്ടേൺ വന്നത് ഫ്ലൈറ്റിനാണ് കേട്ടോ. ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ഇതുപോലെ 25K ആണ് വന്നിട്ടുള്ളത്. നമുക്ക് 4 പേർക്കും കൂടിയിട്ട് ഇതുപോലെ 1 month മുന്നേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8K ആയിരുന്നു ഒരാൾക്ക് വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന ടൈമില് 14K ആയിരുന്നു ഒരാൾക്ക്. അപ്പൊ ടിക്കറ്റ് ഒക്കെ റേറ്റ് അനുസരിച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര റേറ്റ് കുറവായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. കാരണം എന്തെല്ലാം പറഞ്ഞത് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അപ്പൊ കുട്ടികളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ശ്രദ്ധിക്കുക. അവരുടെ മെഡിസിനും കാര്യങ്ങളും മാക്സിമം അവർക്ക് ഫ്രൂട്ട്സ് പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ അതൊക്കെ നമ്മൾ ക്യാരി ചെയ്യുക. ട്രെയിനിലെ ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. പിന്നെ അവിടെ ചെന്നാൽ നമുക്ക് ഫുഡ് ഭയങ്കര ഷോകായിരിക്കും. ഫുഡ് നമുക്ക് മാക്സിമം നമുക്കൊന്നും കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. എപ്പോഴും ന്യൂഡിൽസ്, മാഗി ഐറ്റംസ് മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. അതിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ആണ്. ഫുഡിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ ചെല്ലുമ്പോൾ അവരുടെ മെനു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെയാണ് തരാ. 300 രൂപയിൽ കുറവുള്ള ഒരു സാധനം അവിടെ ഉണ്ടാവില്ല. ചായക്ക് തന്നെ 100 രൂപയ്ക്കാണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസ് ആവും ഡൽഹിയിൽ ചെന്നാലും. അതേ മണാലി ചെന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ലഞ്ചൊക്കെ നമ്മൾ തന്നെ പുറത്തുനിന്ന് കഴിക്കുക. ഡിന്നർ അവിടെ നിന്ന് ഉണ്ടാവുക. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, അന്ന് നൈറ്റ് ഡിന്നർ ഉണ്ടാകും, അതിന്റെ പിറ്റേന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും.
അതിന്റെ പിറ്റേന്നും ഡിന്നർ ഉണ്ടാവും. പിന്നെ തൊട്ട് നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മളൊക്കെ ലഞ്ചൊക്കെ നമ്മൾ തന്നെ കഴിക്കേണ്ടി വരും. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ കുട്ടികളായിട്ട് പോകുമ്പോൾ ജാക്കറ്റ്, അവരുടെ സെറ്റർ, പിന്നെ നല്ല ഫുൾ കൈഡ് ഡ്രസ്സുകൾ, ഷൂവ്, ഷോക്സ്, കയ്യിലിടുന്ന ഗ്ലൗസ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ നിർബന്ധമായിട്ട് കൊണ്ടുപോവാം. സെയിം നമുക്കും ഇതുപോലെ തന്നെ കൊണ്ടുപോവാം കേട്ടോ. ഫുള്ള് ജാക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോവാം. പിന്നെ അത്രയൊക്കെ ഉള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാം. തിരിച്ച് ഫ്ലൈറ്റിനാ വന്നെങ്കിൽ മാക്സിമം ലഗേജ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ കുറക്കാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഞങ്ങൾ 9 ദിവസത്തെ ട്രിപ്പിന് ഞാൻ 9 ഡ്രസ്സ് എടുത്ത് വെച്ചു. പക്ഷെ അതിൽ 1-2 ഡ്രസ്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം ഇട്ടു, പക്ഷെ അതാർക്കും കാണാൻ വേണ്ടി പറ്റില്ലായിരുന്നു. കാരണം 4-5 ബനിയൻ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ മേളിൽ ജാക്കറ്റ് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ ജാക്കറ്റിലായത് കൊണ്ടിട്ട് ഇന്ന ഡ്രസ്സ് ഒന്നും വേണ്ട. മാക്സിമം ഒരു 3 ഡ്രസ്സൊക്കെ നമുക്ക് മതി. കാരണം നമ്മുടെ ഡ്രസ്സൊന്നും ചീത്തയൊന്നും ആവില്ലല്ലോ, തണുപ്പല്ലേ. നമ്മൾ അതിന്റെ മേളിൽ ജാക്കറ്റ് ആണ്, ജാക്കറ്റ് ഇട്ട് തന്നെയാണ് നമ്മൾ ഉറങ്ങുന്നതെല്ലാം. ജാക്കറ്റ് നമുക്ക് അഴിച്ചു വെക്കാനേ പറ്റില്ല. അപ്പൊ മാക്സിമം ഡ്രസ്സെല്ലാം നമ്മൾ കുറയ്ക്കുക. കാരണം നമ്മൾ അവിടുന്ന് സരോജിനി പോകുമ്പോൾ എല്ലാത്തിനും നല്ല ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. ജാക്കറ്റിനൊക്കെ അവിടെ 100 രൂപയേ ഉള്ളൂ. അവർ 500-600 പറഞ്ഞാലും ജാക്കറ്റിനൊക്കെ 100 രൂപയേ അവിടെ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ടോപ്പ് അല്ലാതെ ഞാനിപ്പോ ഇട്ടേക്കുന്ന ടോപ്പൊക്കെ കണ്ടില്ലേ, ഈ ടോപ്പിനൊക്കെ 50 രൂപയുള്ളൂ കേട്ടോ. ഇട്ടേക്കുന്ന ടോപ്പിനൊക്കെ ഇതൊക്കെ ഞാൻ ഡൽഹി പോയിട്ട് മേടിച്ചതാണ്. ഞങ്ങൾ ചെന്ന് അന്ന് ഭയങ്കര മഴയായതുകൊണ്ടിട്ട് നമുക്ക് കൂടുതൽ പർച്ചേസും കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്രൂട്ട്സ്, ബേക്കറി, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്, അങ്ങനെയുള്ളത്. പിന്നെ വെള്ളം നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം, ബോട്ടിൽ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയൊക്കെ പിള്ളേരായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഈ ജാക്കറ്റ്, ഗ്ലൗസ്, ഷോക്സ് ഒക്കെ അലർജിയുള്ള പിള്ളേരുണ്ടാവും. എൻ്റെ ചെറിയ പെണ്ണ്, കുഞ്ഞിപ്പെണ്ണ് അതൊന്നും ഇടണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊരു പണി കിട്ടിയത്. അതൊക്കെ ഇടാത്ത പിള്ളേരാണെങ്കിൽ മാക്സിമം നിങ്ങൾ പോവാണ്ടിരിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ചെന്ന് നമ്മൾ നല്ല പോലെ ബുദ്ധിമുട്ടും അതൊന്നും ഇട്ടില്ലെങ്കിൽ. പിന്നെ എന്താ, കുഴപ്പമൊന്നുമില്ല. പിള്ളേരായിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കിയാൽ മതി. പിള്ളേർക്ക് ബ്രീത്തിങ് പ്രശ്നം, പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോവാണ്ടിരിക്കുക. വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഡൽഹിയിൽ ഇതുപോലെ മസ്റ്റായിട്ടും നിങ്ങൾ പോകുമ്പോൾ, ഡൽഹിയിൽ പ്രത്യേകിച്ച് ഒട്ടും സേഫ് ഇല്ലാത്തൊരു പ്ലേസ് ആണ് കേട്ടോ ഡൽഹി എന്ന് പറയുന്നത്. ഒട്ടും നമുക്ക് സേഫ് ഇല്ലാത്തൊരു സ്ഥലമാണ്. നമ്മളെങ്ങനെ പറ്റിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പൊ മാക്സിമം നമ്മളെ പാക്കേജ് എടുത്തിട്ട് തന്നെ ഡൽഹിയിൽ പോവാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമുക്കറിയാലോ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ പറഞ്ഞ 20K, ട്രെയിനിന്റെ 5K, നമ്മുടെ മണാലി പാക്കേജ് 6K, പിന്നെ നമ്മുടെ ഡൽഹിയിൽ ഒരു ദിവസം നമ്മളെടുത്ത് 900 ആണ്. നമുക്ക് 1000 ഒരു 1 ഡേ. പിന്നെ നമുക്ക് റൂമിനൊക്കെ എക്സ്ട്രാ ചാർജ്, നമ്മൾ 3 ദിവസം നിന്ന റൂമിന്റെ ചാർജ്, ഡൽഹിയിൽ ചെന്ന് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ റൂമിന്റെ റെന്റ്, പിന്നെ നമുക്ക് കുറെ ഓട്ടോറിക്ഷയ്ക്കും കാര്യങ്ങൾക്കാണ് ഫുള്ള് നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് 14,000 രൂപ അങ്ങനെ. പിന്നെ നമ്മുടെ ഫുഡിന്റെ, പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തത്, അങ്ങനെ നമുക്ക് എക്സ്ട്രാ നല്ലൊരു എമൗണ്ട് ആകും. നമ്മളൊരു 50K ആ ബഡ്ജറ്റ് വെക്കുന്നെങ്കിൽ എങ്ങനെ വന്നാലും നമുക്കൊരു 80K വരെ നമുക്ക് പോകും കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ആകും. 2 പേരൊക്കെ ആകുമ്പോൾ മാക്സിമം നമുക്ക് ചുരുക്കിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഞാനും ഇക്കാക്കാണ് മാത്രമേ പൈസ നമ്മൾ എടുത്തിട്ടുള്ളൂ എവിടെ പോയിട്ടും. എന്നിട്ടും നമുക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. അത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളൂ. അടിപൊളിയാണ്. നമ്മൾ കുട്ടികളില്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാറുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഭയങ്കരമായിട്ട് ജലദോഷം, കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ തൊണ്ടക്ക് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കാൻ കേട്ടോ. ഒരുപാട് എനിക്ക് സ്ട്രെയിൻ സംസാരിക്കാനായിട്ടൊന്നും പറ്റണില്ല. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഏത് ഇതായിട്ടാ പോയെന്ന്, ഞങ്ങൾ ഏത് ഗ്രൂപ്പിന്റെ കൂടെയാ പോയെന്ന് അറിയണമെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ലിങ്കും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഇടാം കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ഇടാം കേട്ടോ. അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എപ്പോഴും പറയുന്നല്ലേ, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.